അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ തന്നെ ഉണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന മാതിരി തന്നെയാണ്. പിന്നെ എല്ലാവർക്കും അറിയാത്തൊന്നായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാനിത് എന്തായാലും ഉണ്ടാക്കില്ല. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി അത്രയേ ഉള്ളൂ. അപ്പോൾ രാത്രി അരി അരച്ചിട്ട് നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കാനാണ്. പിന്നെ നമുക്ക് പരിപ്പും തക്കാളിയും കൂടെ തേങ്ങ വറുത്തരച്ച് കറി വെക്കാം. സാമ്പാറല്ല, നമ്മൾ കറിക്കും എന്താ പറയുക, ഇഡ്ഡലിക്കും ചോറ്റിനും കൂടെ കൂട്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ തക്കാളി പരിപ്പും കൂടെ അപ്പുറത്ത് വേഗം വെച്ചിരുന്നു കുക്കറിൽ. നമുക്ക് കൈപ്പങ്ങ ഉപ്പേരി ഉണ്ടാക്കാം. അതൊരു കൈപ്പങ്ങയ്ക്ക് ഒരു സവോളയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിക്കിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല വഴറ്റിയിട്ട് ആവിക്ക് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ ഇട്ട പരിപാടി കഴിഞ്ഞ് ഉപ്പേരി റെഡിയായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അരി ഇടുന്നുണ്ട്. അങ്ങനെ പരിപാടികളൊക്കെ കുറേ ഉണ്ട്. പിന്നെ ഞാൻ മീനൊന്നും നന്നാക്കിയിട്ടില്ലേന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതുണ്ടാക്കണം. ഇപ്പോൾ പൊരിച്ചണമല്ല എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതൊന്നും ഞാൻ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് മറിയാൻ നല്ലോണം കരയുണ്ട്. എനിക്ക് ഫോൺ വേണേ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഓൾക്ക് ഫോൺ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഫോൺ തൊടാൻ പാടില്ല. അങ്ങനെയാണ് ഇവിടുത്തെ കണക്കിട്ടാ. അപ്പോൾ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് കരയാണ് രാവിലെ ഭയങ്കര കരച്ചിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞു ഇപ്പോൾ തരാം കേട്ടോ. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് മൺചട്ടിക്ക് ഒഴിച്ചിട്ട് പരിപ്പും തക്കാളി വേവിച്ചത്. പക്ഷേ അടുപ്പത്തൊക്കെ ആണെങ്കിൽ നമ്മൾ മൺചട്ടിയിൽ വെച്ചാൽ നല്ല രുചി ഉണ്ടാവും. ഇത് ഞാൻ ഗ്യാസുമായതുകൊണ്ട് പരിപ്പ് വെന്ത് കിട്ടാൻ പണിയല്ല. അതുകൊണ്ട് ഞാൻ കുക്കറിൽ എളുപ്പമാവാൻ വേണ്ടിയിട്ട് പരിപ്പ് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ആ ചട്ടിക്ക് ഒഴിച്ചിട്ട് ഇനി കുറച്ച് മഞ്ഞളും മുളകും മല്ലിപ്പൊടിയും കൂടെ ഒന്ന് വറുത്തിടാം. എന്താ വെച്ചാൽ നമ്മൾ പൊടിച്ചതല്ല, റെഡിമെയ്ഡ് വാങ്ങിയതാണ്. എന്താ പറയുക, കാട്ടിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിന് മണം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ വറുത്തിട്ട് അയക്കിട്ടിക്കണ്. ഇവിടെ മറിയ ഇരുന്നിട്ട് ഭയങ്കര ശല്യം ചെയ്യരുത്. ഇടയ്ക്കിടയ്ക്ക് ഉമ്മ വരികയാണ്. അപ്പോൾ എനിക്ക് വർത്താനം പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ഫോൺ ഇപ്പോൾ വേണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തേങ്ങ കറിവേപ്പിലും കൂടെ വറുക്കുക. ഈ ഒരു പാകത്തിനാക്കിയാൽ മതി. എന്നിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ കറിക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ തേങ്ങ ഒഴിച്ച് നമ്മൾ ആവശ്യത്തിന് വെള്ളം എങ്ങനെ നമുക്ക് വേണ്ടി വെച്ചാൽ അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കടുക് വറുത്താൽ കറി റെഡിയായി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് രാവിലത്തെ പരിപാടി കേട്ടോ. പിന്നെ ചായയും കടയ്ക്കതാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കല്ലേ. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ നിങ്ങൾ അറിയാത്തവർക്കൊന്നും ഉണ്ടാക്കി ചെയ്തോട്ടെ. അപ്പോൾ ഈ മല്ലിയില അരിയിൽ കണ്ടിക്കണോ, നമ്മളെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പൊട്ടിച്ചിട്ട് വന്നാണ് കറിവേപ്പില, അതും കൂടെ കറിവേപ്പിലും ഇഷ്ടം പോലെ. അപ്പോൾ അത് കറിവേപ്പില, പച്ചമുളക്, മല്ലിയില, തക്കാളി, ഒരു സവോള, പിന്നെ നല്ല വയറ്റിയെടുക്കുക. ആദ്യം കുറച്ച് എണ്ണ വെച്ചിട്ട് എന്നിട്ടേക്ക് കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങ കേട്ടോ. അത് ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് നമുക്ക് അരച്ചിട്ട് തരാം. പച്ചമുളകാണ് ഞാൻ ഇട്ടിക്കുന്നത്. പക്ഷേ ഉണക്കമുളകാണ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ട്. അപ്പോൾ സാമ്പാറല്ല, പരിപ്പ് കറി റെഡിയായി. അതാ ചായ ചമ്മന്തി റെഡിയായി, കടലക്കറി റെഡിയായി, ഇഡലി റെഡിയായി. ഇതാണ് ഇന്നത്തെ രാവിലത്തെ ചായ പരിപാടി. അതിൽ കുത്തിയത് കുളിപ്പാ എന്നാണ് മൂത്ത ഓയിൽ തേച്ചിട്ടേ ഓയിൽ കുട്ടി ആയിക്കിടും. എനിക്ക് ആരും തരുന്നില്ലല്ലോ. എൻ്റെ അമ്മച്ചി തരൂലല്ലോ. എത്ര റുപ്യന്റെ 500 റുപ്യന്റെ ഉണ്ടായതുകൊണ്ട് എൻ്റെ അമ്മച്ചി എനിക്ക് തരൂലല്ലോ. എനിക്ക് കൊടുക്കുന്ന പൈസ കുട്ടി പറയട്ടെ. ശരി, നല്ല ശ്രദ്ധാണ്. അപ്പൊ ഇവിടെ ഉള്ള എന്റെ തൊണ്ടില്ലേ, അതീത്തെ പൈസ ആർക്കാ? ഓടി പറഞ്ഞ എന്റെ കുട്ടിക്ക് സൈക്കിൾ വാങ്ങാനാണ്. സൈക്കിൾ വാങ്ങാനാ പറയും. ചാപ്പനങ്ങാടിക്ക് വരുമ്പോ ഓടിക്കാനുള്ള സൈക്കിള്.